ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 17ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ സീരിയും അതുപോലെ തന്നെ യുവും കൂടി നമ്മുടെ കുട്ടിച്ചെറുക്കനെയും കുഞ്ഞിപ്പെണ്ണിനെയും കൂടി കിൻഡർഗാർട്ടനിൽ കൊണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയേക്കുവാണ്. അവിടെ വെച്ച് സീലി നമ്മുടെ ടീച്ചറെ കാണുന്ന സമയത്ത് മാറ്റിയിരുത്തി പറയുവാണ്, ആദ്യം നീ ഒരു കാര്യം അറിഞ്ഞോ, സെക്കൻഡ് ഹീറോയ്ക്ക് ഭയങ്കര പനി. അപ്പോൾ നമ്മുടെ ടീച്ചർ പറയും, എന്നാൽ ആശുപത്രി പോകാൻ പറ, അല്ലാതെ ആശുപത്രി പോയിരുന്നിട്ട് എന്താ കാര്യം. അപ്പോൾ സീലി പറയും, അങ്ങനെയല്ലടി, അവനൊന്ന് ആശുപത്രി പോകാൻ തയ്യാറാവുന്നില്ല, അവൻ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡ് അടിച്ച് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര പനിയാന്ന് പറഞ്ഞു, ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരെങ്കിലും അറിയോ, അത്രയും പൊള്ളുന്ന പനിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചർ എന്താ പറയുന്നത്, ഇച്ചിരി അങ്ങ് ഇതാക്കി വിടുക കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കി വിടുക. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മുടെ പിള്ളേരെല്ലാക്കി പോകുന്ന സമയത്ത് ടീച്ചർ ചെന്നിട്ട് ടീച്ചർക്ക് അങ്ങ് ഒരു സമാധാനമില്ല. സെക്കൻഡ് ഹീറോയ്ക്ക് പനിയാന്ന് അറിയും ചെയ്ത് എന്താ അവസ്ഥ സിറ്റുവേഷൻ എന്നൊന്നും അറിയത്തില്ല. വിളിച്ചു ചോദിക്കാനാണെങ്കിൽ അവൾക്ക് അങ്ങ് ഈഗോ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും, നേരെ പോയി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയാം, ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ലീവ് വേണമെന്ന് ചോദിച്ചിട്ട് ഇവൾ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് നമ്മൾ കിൻഡർഗാർട്ടനിൽ ക്ലാസ് എല്ലാം തുടങ്ങി കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ വന്നിട്ട് നമ്മുടെ കുട്ടിച്ചെറുക്കൻ്റെ അടുത്ത് പറയണം, മോനെ കാണാൻ വേണ്ടി മോൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്നു. അപ്പോൾ ഈ കുട്ടിച്ചെറുക്കാലല്ലേ പപ്പയും അമ്മയും എന്നെ ഇപ്പോൾ കൊണ്ടുവന്നാക്കിയിട്ട് പോയല്ലേ ഉള്ളൂ, പിന്നെ ആരാ, ഇനി ഗ്രാൻഡ് പെങ്ങാനും ആയിരിക്കും എന്നും പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ മുത്തച്ഛനായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവൻ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഷിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജിൻഷിയെ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് ജിൻഷി പറയാം, മോനെ എന്നെ ഓർമ്മയില്ലയോ, നീയേ ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ എന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്നേ, മാത്രമല്ല നീ അന്ന് ഞാൻ പോകുന്ന സമയത്ത് നീ എൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് ചോദിച്ചായിരുന്നു, അതൊക്കെ വാങ്ങിച്ചോണ്ടാണ് ഞാൻ വന്നേക്കുന്നത് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കാണിക്കും. അപ്പോൾ ഈ കുട്ടിച്ചെറുക്കൻ പറയും, അല്ല നിങ്ങളൊന്നുമല്ല, എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു അമ്മയുണ്ട്, അതാ എൻ്റെ അമ്മ, നിങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിച്ചെറുക്കൻ വന്ന് അവർ ഇതാക്കുക. പിന്നെ ഈ ജിൻഷി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, ഈ കുട്ടിച്ചെറുക്കൻ്റെ കൂടെയുള്ള ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുമെങ്കിലും എന്താ കുട്ടിച്ചെറുക്കൻ അത് റെഡി ആവത്തില്ല, എന്തോ ഇതൊന്നും ശരിയല്ല, ഞാൻ പോവാമെന്നും പറഞ്ഞ് കുട്ടിച്ചെറുക്കൻ ഓടിപ്പോവാം. ജിൻഷി പിന്നെ പറയുന്നതൊന്നും കേൾക്കാതെ കുട്ടിച്ചെറുക്കൻ അവിടെ നിന്ന് പോവാണ്. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ജ്വല്ലറി വെച്ചിട്ട് നമ്മുടെ ഈ സിലിയും അതുപോലെ സിലിയുടെ കോവർക്കേഴ്സ് എല്ലാവരും കൂടി ജിൻഷിയുടെ വീഡിയോസ് കാണുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഇവളെപ്പറ്റി പറഞ്ഞു, എന്തൊരു ലക്കിയാ, ഇത്രയും കഴിവൊക്കെ ഉണ്ടല്ലോ, ഇത്രയും നല്ല കഴിവുണ്ട്, നല്ല ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സോങ് ഇതൊക്കെ കേട്ടോണ്ട് കയറി വരും. സോങ്ങിനാണെങ്കിൽ ഭയങ്കര കലിപ്പാവും കേട്ടോ. സോങ് പറയും, നിങ്ങൾ എന്തോ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ വേറെ ജോലിയൊന്നും ചെയ്യാനില്ലേ, നിങ്ങൾ പോയി നിങ്ങളുടെ പാട് നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വേറെ ആരെങ്കിലും പുതിയത് ഹയർ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിലി എടുത്ത് പറയുകയാണ്, നീ നിൻ്റെ ലൈഫ് തന്നെ കുളം തോണ്ടാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ സിലി ആലോചിക്കുകയാണ്, എന്തോ ഈ സോങ് ഈ പറയുന്നത്, ഞാനിപ്പോൾ ജിൻഷിയെ പറ്റി പറഞ്ഞെന്നും പറഞ്ഞ് എന്തുണ്ടാവാനെന്ന് നമ്മൾ എന്താ പറയുന്നത് സിലി ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞ് ടീച്ചറാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് സെക്കൻഡ് ഹീറോൻ്റെ വീട്ടിൽ ചെന്നിട്ട് കയറണോ വേണ്ടേ, പോയാലോ തിരിച്ചു പോയാലോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ അവന് പനിയില്ലെന്ന് വെച്ചിട്ട് അവസാനം ടീച്ചർ വന്നിട്ട് വാതിൽ തട്ടാനായി വരിക. ഇതേ സമയം നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് അവൻ കോട്ടൊക്കെ ഇട്ടിട്ട് വയ്യെങ്കിലും ജോലിക്ക് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ടീച്ചറാണെങ്കിൽ വാതിൽ കൊട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ വിചാരിക്കും ഇവൻ്റെ ഈ പനി വന്ന എന്തോ ഒരു ഹാലുസിനേഷനാണെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് തോന്നിയാന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ടീച്ചറാണെങ്കിൽ ഇവൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് പറയും, ഞാനിവിടെ നിൽക്കുന്ന കണ്ടുകൂടെ, എവിടെ ഓടിപ്പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോയിട്ട് പിന്നെയും റൂമിനകത്താക്കും. എന്നിട്ട് കയറി വന്നിട്ട് ടീച്ചർ വന്ന് നമ്മുടെ എന്താ പറയുന്നത് സെക്കൻഡ് ഹീറോയ്ക്ക് മറ്റേ മരുന്ന് ഒരുമാതിരി ഒരു വെജിറ്റബിൾസ് വെച്ചൊരു മെഡിസിൻ ഉണ്ടാക്കും. ആ മെഡിസിൻ ആണെങ്കിൽ നമ്മുടെ ടീച്ചറുടെ അമ്മയൊക്കെ ടീച്ചർക്ക് പനിയൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഹീറോ പറയുമോ, എനിക്ക് ഒട്ടും വയ്യല്ലോ, ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്, അപ്പോൾ വാരി തരാൻ പറയും. അപ്പോൾ അവളിങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത് അവൻ്റെ വായയുടെ അവിടെ എത്തില്ല. അവൾ പറയും, ഇങ്ങനെ വാരി തന്നെ ഞാൻ എങ്ങനെ കഴിക്കും, എനിക്ക് വയ്യാത്തല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ടീച്ചർ വന്ന് കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ട് ഇവന് വാരിയൊക്കെ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവൻ്റെ മറ്റേ ടെമ്പറേച്ചർ നോക്കുക, അതുപോലെ തന്നെ ഇവന് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഒരു തുണിയെല്ലാം നനച്ച് വന്നിട്ട് തുടച്ചൊക്കെ കൊടുക്കുക, അതെല്ലാം നമ്മുടെ ടീച്ചർ പാവം കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ സമയം നമ്മുടെ യുവിൻ്റെ ഓഫീസിലേക്ക് സോങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ആ ജിൻഷി ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്തുമായിരുന്നു, നിങ്ങൾക്ക് എന്താ വേറൊരു മോഡൽസിനെയും കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യുവിൻ്റെ അടുത്ത് ചൂടാവും. അപ്പോൾ യു പറയാം, ബിസിനസ് കാര്യമായിട്ട് മാത്രം എടുത്താൽ മതി, നീ വേറെ കമ്പനിയില്ലേ, നീ ഇതിൽ ഇടപെടാൻ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സോങ് പറയും, അവൾ എത്ര നല്ല പെങ്കൊച്ച ആ സിലിയെ, അവളെ ഇങ്ങനെ വെച്ചോണ്ടാണോ നീ എനിക്ക് ഇങ്ങനെ അവളൊരു ചീറ്റിങ് ചെയ്യാനൊക്കെ നിനക്ക് പറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സോങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ യു പറഞ്ഞിട്ടാണ് വന്നേക്കുന്നതെന്നും വിചാരിച്ചിരിക്കുകയാണ് സോങ്. ഭയങ്കരമായിട്ട് ചൂടായിട്ട് സോങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സോങ് പോയി കഴിയുമ്പോൾ ജിൻഷി വന്ന് നമ്മുടെ യുവിനെ മീറ്റ് ചെയ്യണം, ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ യു എണീറ്റ് പോകുന്ന സമയത്താണ് നമ്മുടെ ജിൻഷി കയറി വരുന്നത്. അപ്പോൾ ഇവർ ഓപ്പോസിറ്റ് വരുന്നെങ്കിൽ പോലും നമ്മുടെ യു ആണെങ്കിൽ അവൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും കേട്ടോ. പക്ഷേ ജിൻഷിക്ക് അത് സങ്കടം. അവൾ തിരിഞ്ഞ് നിന്നിട്ട് യുവിനെ വിളിച്ചിട്ട് പറയണം, ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വന്നാൽ സൈൻ ചെയ്തിട്ട് പോകാമെന്ന് പറയും. ആ സമയത്ത്
അപ്പോൾ പിന്നെ യുവിനൊന്നും പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്നത് കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണും വീട്ടിൽ വന്ന് കിൻഡർഗാർട്ടനിൽ വീട്ടിൽ വന്ന് ഗ്രാൻഡ് പി ആണെങ്കിൽ ഇവർ കളിക്കുന്ന സമയത്ത് വരും കേട്ടോ. അപ്പോൾ കുട്ടിച്ചെറുക്കൻ പറയാം ഗ്രാൻഡ് പാ എനിക്ക് എന്തോ ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പാ പറയും എന്താ വിഷയം പറയാൻ പറയേ. അപ്പോൾ കുട്ടിച്ചെറുക്കൻ പറയാം അത് ഇച്ചിരി സീക്രട്ടാണ് ഗ്രാൻഡ് പാ, നമുക്ക് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കോർട്ട്യാർഡിൽ പോയിട്ട് സംസാരിക്കുവാണ്. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാൻഡ് പിയുടെ അടുത്ത് കുട്ടിച്ചെറുക്കൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് പിക്ക് കാര്യം മനസ്സിലായി, ജിൻഷിയാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഗ്രാൻഡ് പി പറഞ്ഞു ഇനി എങ്ങാനും അവളെങ്ങാനും മോനെ കാണാൻ വരുവാണെങ്കിൽ ഗ്രാൻഡ് പി അറിയിക്കണം, വേറെ ആരും ഈ കാര്യം അറിയരുത്, പപ്പയോ അമ്മയോ വേറെ ആരും കുഞ്ഞിപ്പെണ്ണോ ഒന്നും അറിയരുത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് ഇവരൊരു പിങ്കി പ്രോമിസ് ഒക്കെ കൊടുത്തിട്ട് ഇവരങ്ങ് എന്താ പറയുന്നത് ഗ്രാൻഡ് പിയും കുട്ടിച്ചെറുക്കനും കൂടി ആ ഒരു കാര്യം വേറെ ആരും അറിയത്തില്ലെന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവർ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും നമ്മുടെ യു ആണ്, കാരണം അവനല്ലേ CEO. അപ്പോൾ അവൻ പറയുകയാണ് നിങ്ങളൊരു ഓൺലൈൻ മോഡലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ മതി, അല്ലാതെ ഓഫീസിൽ നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ജിൻഷിയുടെ അസിസ്റ്റൻറ്റ് പറയാം അതെങ്ങനെ ശരിയാവുന്നത്, കാരണം ഇപ്പോൾ നേരിട്ട് നമ്മുടെ ജിൻഷി വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റും കാര്യങ്ങളും എല്ലാം മാവൂലില്ല, കൂടുതൽ നിങ്ങൾക്കൊരു ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം വരും. പക്ഷേ അവൾ ഓൺലൈൻ ആകുമ്പോൾ ആരും അറിയത്തില്ലല്ലോ, കുറച്ചും കൂടി ഹൈഡായിട്ടല്ലേ ഈ കാര്യം നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് യു പറയും വേറൊന്നുമല്ല, ഇവളുടെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് പ്രധാനം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ ആളുകളെ സെക്യൂരിറ്റി ഒക്കെ വെക്കേണ്ടി വരും. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവൾ ഒരു ഓൺലൈൻ മോഡലായിരിക്കുമോ നല്ലത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഇനി കോൺട്രാക്റ്റ് വല്ലതും മാറ്റണമെന്ന് ചോദിക്കും, ഇതാണ് എൻ്റെ തീരുമാനം എന്നും പറയും. അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ജിൻഷി ഒന്നും പറയത്തില്ല, ഓക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സിലി ആണെങ്കിൽ ജ്വല്ലറിയിൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ആ സമയത്ത് മന്മൻ വന്നിട്ട് പറയുകയാണ് നീ ഇപ്പോൾ ഒരു സെയിൽസ് ഗേൾ അല്ലേ, നിനക്ക് ഞാൻ പക്ക ഒരു എന്താ പറയുന്നത് ഓഫറും കൊണ്ടാണ് വന്നേക്കുന്നത്, എൻ്റെ വേറൊരു ഫ്രണ്ടിന് ഒരു ജ്വല്ലറി ഉണ്ട്, അവിടെ നിന്നെ ഞാനൊരു ജ്വല്ലറി ഡിസൈനറായിട്ട് ഞാൻ ഹയർ ചെയ്യാൻ പറഞ്ഞേക്കാമെന്ന് പറയുന്ന സമയത്ത് സോങ് ഇത് കേട്ടോണ്ട് വരും. ഒരു സോങ് പറയേ ആഹാ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ കൊണ്ടുപോകുന്നോ, അതൊന്നും പറ്റത്തില്ല, ഞാനിവൾ ഓൾറെഡി ഡിസൈനറായിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞല്ലേ, ഞങ്ങളുടെ ബ്രഹ്മ കമ്പനിയുടെ ഒഫീഷ്യൽ ഒരു ഡിസൈനറാണ് നമ്മുടെ സിലി, ഇപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറയണം. അപ്പോൾ മനൻ പറഞ്ഞു ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ, സിലി നീ അറിഞ്ഞോടി അങ്ങനെ ചോദിക്കുക. അപ്പോൾ സിലി പറഞ്ഞേ എന്ത് പറയും ഞാൻ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ എന്ന് സിലിയും പറയും. അങ്ങനെ ഇപ്പോൾ അവർ മൂന്നുപേരും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണീറ്റിട്ട് എന്താ പറയുന്നത് വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചറെ കാണത്തില്ല കേട്ടോ. അപ്പോൾ അവന് വിചാരിച്ചു എന്ത് ചെയ്യും ഇനി അവൾ പോയോന്ന് പറഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് അവളാണെങ്കിൽ അടുക്കളയിൽ സൂപ്പെല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒരു തേങ്ങയും ഇല്ലായിരുന്നു, അവളാണെങ്കിൽ കുറേ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് മൊത്തം നിരത്തി എന്താ പറയുന്നത് ഒതുക്കി അടക്കി വെച്ചേക്കുന്നത്, അവൻ്റെ അടുക്കള തന്നെ വൃത്തിയും വെടുപ്പാക്കിയിട്ട് അവൾ ഇട്ടേക്കുവാണ്. അപ്പോൾ അവനിതൊക്കെ കാണുമ്പോൾ സന്തോഷമായിട്ട് അവൻ നൈസിനെ നോക്കിക്കും കേട്ടോ. അപ്പോൾ ടീച്ചർ ഇത് കാണും. അപ്പോൾ ടീച്ചർ ചോദിക്കും എന്താ അസുഖമൊക്കെ മാറിയില്ല എന്നാൽ ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക ഇല്ല ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയും പറയും. എന്നിട്ട് ഇവിടെ മറ്റേ സൂപ്പെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവന് കൊടുത്തിട്ട് പറയും ഇനി ഓരോ ഉടായ്പൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് എടുത്ത് കുടിക്കാൻ പറയും കേട്ടോ. അപ്പോൾ അവന് അതെടുത്ത് കുടിക്കാം. ആ സമയത്ത് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ്. അപ്പോൾ ഇവൾ ചോദിക്കുവാണ് ടീച്ചർ ചോദിക്കുവാണ് നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, വേറെ ആരുമില്ല, നിനക്ക് പാരൻസ് ആരുമില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും അല്ല ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പാരൻസ് തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു, അത് കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 വയസ്സുള്ളപ്പോൾ തന്നെ അവർ രണ്ടുപേരും ഡിവോഴ്സായിട്ട് വേറെ വേറെ മാരേജ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ പിള്ളേരുള്ളതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഇതില്ല. പക്ഷേ എങ്കിലും സ്വത്ത് പിരിച്ച സമയത്ത് അതിലൊരു നല്ലൊരു എമൗണ്ട് എനിക്കും കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലാതെ ക്യാഷ്വലായി ജീവിക്കുന്നത് അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള ഒരു സ്ഥലം അത്ര മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ സെക്കൻഡ് ഹീറോ വന്ന് ടീച്ചറുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറയണം അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ച് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്നേഹം വേണം, കരുണ വേണം, കെയറിങ് വേണം, അതൊക്കെ എന്നെ സംബന്ധിച്ച് വീടെന്നൊക്കെ പറയും. അപ്പോൾ എടുത്തോണ്ട് സെക്കൻഡ് ഹീറോ പറയും ഒരു കാര്യം ചെയ്യും നീ എൻ്റെ കൂടെ വന്ന് താമസിക്കുക, അപ്പോൾ എനിക്കും അതൊക്കെ കിട്ടുമല്ലോ എന്ന് പറയാം. അപ്പോൾ പറയാം ഒന്ന് പോയേ നിനക്ക് എപ്പോഴും വട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ അവനൊരു മാതിരി കളിയാക്കി പോലെ ഇരിക്കാം. എന്നിട്ട് സെക്കൻഡ് ഹീറോ അടുത്ത് വരുന്ന സമയത്ത് ടീച്ചർ പറയുകയാണ് എനിക്ക് എന്താ പറയുന്നത് അതിലൊന്നും താല്പര്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോ പിന്നെയും ചോദിക്കും എന്തുവാ എൻ്റെ ഒരു ലവ് ഒന്ന് നിനക്ക് ആക്സെപ്റ്റ് ചെയ്തോളാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുമോ, ആ ഒരു ആൻസർ കിട്ടുന്നവരെ ഞാൻ എന്തായാലും വേറെ ആളെ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നില്ല, മീൻസ് പഴയൊരു എക്സ് ലവർ ഉണ്ടായിരുന്നില്ല ആളുടെ കാര്യം പറയുന്നത്. എന്നിട്ട് നമ്മുടെ ടീച്ചർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുകയാണ് നിനക്ക് ആൻസർ അല്ലേ വേണ്ടേ, ആ ആൻസർ ഞാൻ കണ്ടുപിടിച്ച് തന്നാൽ പോരെ എന്ന് ചോദിച്ച് നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.